ഇന്ന് നമ്മൾ പങ്കുവയ്ക്കുന്ന തിരുവചനം. എന്നാൽ നിങ്ങൾ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ നിഷ്കളങ്കമായ വിശ്വാസത്തിൽ അഭിവൃദ്ധി പ്രാപിക്കുക. നമ്മുടെ ഓരോ ദിനത്തെയും പ്രാർത്ഥന എങ്ങനെയായിരിക്കണമെന്നാണ് ഇവിടെ പറഞ്ഞു വയ്ക്കുക. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുന്ന ഒരു ജീവിത സാഹചര്യം നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് പ്രാർത്ഥനയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും ശ്രേഷ്ഠമായ പ്രവർത്തനം. ഓരോ പ്രാർത്ഥനകളും പരിശുദ്ധാത്മാവിൻ്റെ ഹിതമനുസരിച്ചാകുമ്പോൾ ആ പ്രാർത്ഥനകൾ ഫലമുള്ളതായി തീരുകയാണ്. നമ്മുടെ ജീവിതങ്ങളിൽ, നമ്മുടെ ആവശ്യങ്ങളിൽ, നമ്മുടെ ഓരോ സാഹചര്യങ്ങളിലും വേണ്ടത് എങ്ങനെയാണെന്ന് നമ്മൾ കൊണ്ട് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു. അവാച്യമായ നെടുവീർപ്പുകൾ കൊണ്ട് നമ്മുടെ ആത്മാവ് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനകൾ ഉയരേണ്ടത് നാവിൽ നിന്നല്ല, അധരത്തിൽ നിന്നല്ല, നേരെ മറിച്ച് നമ്മുടെ ആത്മാവ് പരിശുദ്ധാത്മാവിനോട് ചേർന്നുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ദൈവത്തിന് മുമ്പിൽ കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥമായിട്ടുള്ള പ്രാർത്ഥന സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവത്തോട് ചേർന്നുകൊണ്ട്, ദൈവം ആകർഷിക്കുന്ന സാഹചര്യങ്ങളിൽ ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവവുമായിട്ട് ജീവിതങ്ങളിൽ, നമ്മുടെ ആവശ്യങ്ങളിൽ, നമ്മുടെ സഹനങ്ങളിൽ, നമ്മുടെ വേദനകളിൽ, ദുഃഖങ്ങളിലെല്ലാം പ്രാർത്ഥിക്കുന്ന മനോഭാവത്തോടുകൂടി പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കത്തക്ക രീതിയിലുള്ള വലിയ വിശ്വാസം നമുക്ക് ഉണ്ടാക്കാം. ആ ഒരു തലമാണ് നമ്മുടെ ശ്രേഷ്ഠമായ വിശ്വാസത്തിൻ്റെ പാലനത്തിലേക്ക് നമ്മളെ കൊണ്ടുവരിക. ആ ഒരു വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് പ്രാർത്ഥനീയരായിരിക്കാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ ജീവിതങ്ങളിൽ എപ്പോഴും കരുതലും സാന്ത്വനവും സ്നേഹവും സൗഖ്യവുമായി കടന്നു വരുന്ന ദൈവത്തിൻ്റെ വലിയ കരം നമുക്ക് തിരിച്ചറിയുവാൻ പ്രാർത്ഥനയിൽ സാധിക്കും. ആ ഒരു വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു ദൈവാനുഗ്രഹത്താൽ നിറയപ്പെടുവാൻ